കർണാടകയിലെ ഷിരൂരിൽ ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സൈന്യത്തിലെ 3 വിദഗ്ധർ ഇന്ന് അപകട സ്ഥലത്ത് എത്തും. അർജുനെ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരാനാണ് കർണാടക മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുഴയിലും കരയിലും ഒരേ സമയം പരിശോധന നടത്തും. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കും. കോഴിക്കോട് MP MK രാഘവൻ സംഭവസ്ഥലത്ത് തുടരുകയാണ്. സൈന്യം തെരച്ചിൽ നിർത്തുന്നതിനെക്കുറിച്ച് അറിവില്ലെന്നും ആവശ്യമെങ്കിൽ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്നും MP പറഞ്ഞിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണെന്നും MK രാഘവൻ കൂട്ടിച്ചേർത്തു. അവിടെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. നമ്മുടെ ആവശ്യം എന്താ? ഈ വിവാദമല്ലല്ലോ. നമ്മൾ ആവശ്യം വർദ്ധന കണ്ടത് അല്ല. ഞാൻ ഒരു ആശങ്കയും വേണ്ട. അവിടെ ഇപ്പം നന്നായി നടക്കുന്നു കാര്യങ്ങൾ. നന്നായി. സരീഷ് PK ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, 7ാം ദിനത്തിൽ എത്തി നിൽക്കുന്നു തെരച്ചിൽ. ഇന്ന് ഏത് തരത്തിലുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്? പുഴയിലെ മൺകൂനയിൽ തെരച്ചിൽ നടത്തും എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തരത്തിലുള്ള പരിശോധനയും ഇവിടെ നടക്കുകയാണ്. കരയിലും ഒപ്പം തന്നെ പുഴയിലുമുള്ള പരിശോധന ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികരുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിലും എല്ലാം കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റോഡിന്റെ ഇടതുഭാഗത്ത് ചേർന്നിട്ടുള്ള മണ്ണാണ് നീക്കം ചെയ്യുന്നത്. അവിടെയാണ് ഏതെങ്കിലും രീതിയിൽ വാഹനം കണ്ടെത്താനുള്ള സാധ്യത എന്ന് പറയുന്നത്. കാരണം ഈ ഇടതുഭാഗത്ത്, അതായത് ഷിരൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന റോഡിന്റെ ഇടതുഭാഗത്ത് വാഹനം കയറ്റി നിർത്തിയിട്ടുണ്ടാവാം എന്ന ആശങ്കയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരും ബന്ധുക്കളും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ അവരെ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ ആ മേഖലയിലെ മുഴുവൻ മണ്ണും മാറ്റി പരിശോധന നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ റവന്യൂ വകുപ്പ് പറഞ്ഞത് ഒരു തരത്തിലും മുഴുവനായി ഈ മണ്ണ് മാറ്റില്ല എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മണ്ണ് മാറ്റുന്ന പ്രവൃത്തി മുഴുവനായി നടക്കും. ഈ അർജുനെ കണ്ടെത്തുന്നത് വരെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അല്പസമയം മുൻപ് MK രാഘവൻ MP പറഞ്ഞത്. അതിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ആ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഈ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഈ റവന്യൂ വകുപ്പ് ഭാഗമായി ഇത്തരത്തിൽ ഇവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നത്, അതായത് അർജുനെ കണ്ടെത്തുന്നത് വരെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മണ്ണ്, അതായത് ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമുള്ള മണ്ണ് കൃത്യമായി നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പുഴയിൽ കൂടി നാവികസേനയുടെ പരിശോധന നടത്തുന്നുണ്ട്. പുഴ എന്ന് പറയുന്നത് ശക്തമായി ഒഴുകുന്ന പുഴയാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മഴ ഉണ്ടായാൽ ആ മഴയെ അല്ലെങ്കിൽ ശക്തമായ നീരൊഴുക്കുണ്ടായാൽ ഇത്തരത്തിലാണ് നാവികസേന പരിശോധന നടത്തുക എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ കൃത്യമായി ആ ഭാഗത്ത് പരിശോധന നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വലിയ പുഴയാണ്, അതായത് ഈ ഗംഗാവാലി പുഴ എന്ന് പറയുന്നത് വീതി കൂടിയ ആഴമേറിയ പുഴയാണ്. ആ ആഴമേറിയ പുഴയിൽ മുകളിൽ നിന്നും മുഴുവനായി മണ്ണ് താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ പുഴയുടെ 3/4 ഭാഗത്തോളം സ്ഥലം മണ്ണ് നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മുകളിൽ നിന്നും അതിശക്തമായി മണ്ണ് പുഴയിലേക്ക് എത്തുകയും പുഴ വഴിമാറി ഒഴുകുകയും പുഴയുടെ സമീപത്ത് ഉണ്ടായിരുന്ന വീടുകൾ പോലും നശിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയൊരു പ്രതിസന്ധി ഈ മേഖലയിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ പുഴയിലാണ് ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. എന്തായാലും വലിയ രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യമന്ത്രി കൂടി ഈ കാര്യത്തിൽ ഇടപെടുകയും കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തണം, അല്ലെങ്കിൽ അർജുനെയും മറ്റുള്ളവരെയും കണ്ടെത്തുന്നത് വരെ ഈ രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ യാതൊരു അലംഭാവവും ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ നിൽക്കുന്നത് ഉദ്യോഗസ്ഥർ കൃത്യമായി എത്തുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. എന്തായാലും സൈന്യം ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതോടെ കൂടുതൽ
ആവേശം ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. കാരണം കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെത്തുന്നു, അവിടെ നിന്നും മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ന് 3 വിദഗ്ധർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം പ്രത്യേകിച്ച് ഈ സൈനിക ഉദ്യോഗസ്ഥർ എത്തുന്നത് ഈ മേഖലയിൽ, അതായത് ചളിയും കല്ലും നിറഞ്ഞ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന റഡാർ സംവിധാനം അത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതയുള്ള ഏതാണ്ട് 15 മീറ്ററോളം താഴെ കൃത്യമായ ലോഹഭാഗങ്ങൾ കണ്ടെത്താനാവുന്ന മിലിറ്ററി കുഴിബോംബ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് പ്രവർത്തനം അല്ലെങ്കിൽ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി എവിടെയാണ് വാഹനമുള്ളത് എന്ന് കണ്ടെത്താനാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടുന്ന് കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ തെരച്ചിലായിരിക്കും ഇനി ശിരൂർ സാക്ഷ്യം വഹിക്കുക. ഏതായാലും 7ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് 7ാം ദിനത്തിൽ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. സരീഷ് പി കെ ആണ് ശിരൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചതിപ്പോൾ. 7ാം ദിവസത്തെ തെരച്ചിലിൽ പ്രതീക്ഷ അർപ്പിച്ച അർജുന്റെ കുടുംബം. സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, എത്രയും പെട്ടെന്ന് അനുകൂലമായ വാർത്ത ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പറയുന്നു. കർണാടക റവന്യൂ വകുപ്പിന്റെ വാക്കുകളിൽ വിശ്വാസമില്ല, ട്രക്ക് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നതെന്നും അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. നമുക്കൊരു ഉത്തരം വേണ്ടേ, കാരണം ഭൂമി പിളർന്ന് പോയിട്ടില്ല ലോറി, മലേൻ്റെ അടിയിലേക്കും പോകാൻ സാധ്യതയല്ല. ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനി ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലം നോക്കാണ്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും, എന്താണെങ്കിലും പെട്ടിട്ടുണ്ടാവും, നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം ആ ഒരു അത്രയും വലിയൊരു ലോറി കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഇല്ല, അതിലൊരു വിഷമമുണ്ട്. അവന് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയും ആ ഒരു ബിലീഫും ഇന്ത്യൻ ആർമിയിലുണ്ട്, അവരും കൂടി ഉണ്ട്, നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ ഇനി കാത്തിരിക്കാൻ വയ്യ. ഈ 7 ദിവസം ഞങ്ങൾ തള്ളി നിൽക്കിയതിന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്, വിഷമമില്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരില്ലാഞ്ഞിട്ടോ അല്ല, ഇപ്പോൾ ഒക്കെ വറ്റി എല്ലാം. നമ്മൾ വേറൊരു അവസ്ഥയിലാണ്. കർണാടക ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കോഴിക്കോട് മുക്കത്ത് നിന്ന് സന്നദ്ധ സേനാ പ്രവർത്തകർ യാത്രയായി. എൻ്റെ മുക്കം, കർമ്മ, ഓർമ്മശ്ശേരി, പുൽപ്പറമ്പ്, രക്ഷാസേന എന്നീ സന്നദ്ധ സേനാ ഗ്രൂപ്പുകളിലെ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ യാത്രയായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, അർജുൻ്റെ നാട് പലതരത്തിലാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് അവിടെ കണ്ടതെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി വിവിധ സംഘങ്ങൾ അവിടെ നിന്നും യാത്ര തിരിക്കുന്ന സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളെല്ലാം ആ ഷിരൂരിൽ അവിടെ നാട്ടുകാരെയും അർജുൻ്റെ ബന്ധുക്കളെ ഒപ്പം തന്നെ അർജുൻ്റെ നാട്ടുകാരെയും കാണുകയുണ്ടായി. അവർ ക്യാമറകൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർ അവിടെ നിന്നും രക്ഷാപ്രവർത്തകരായി ആ നാട്ടിൽ നിന്നും യാത്ര തിരിക്കുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം നടന്ന ആദ്യഘട്ടം മുതൽക്ക് ഇത്തരത്തിലൊരു വലിയ അപകടമാണ് അവിടെ മലയാളിയായ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്ന ആദ്യഘട്ടം മുതൽക്കേ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാമെന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ തങ്ങളും പങ്കാളികളാകാം, തങ്ങളെ കൊണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുൻപിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് മുക്കത്ത് നിന്നും, അതായത് അർജുന്റെ വീടിന് തൊട്ട് സമീപത്തുള്ള പ്രദേശമാണ് മുക്കത്ത് നിന്നും ഇത്തരത്തിൽ ഒരു സന്നദ്ധ സേനാ അംഗം 30 അംഗം അടങ്ങുന്ന ആളുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി കർണാടകയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 150 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ അപകടം നടക്കുന്ന സ്ഥലത്തെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അവർ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. എൻ്റെ മുക്കം, അതുപോലെ തന്നെ ഓമശ്ശേരി പ്രദേശങ്ങളിലുള്ള വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ ഇവർ ഇതിനു മുൻപും സമാനമായിട്ടുള്ള രീതിയിൽ പ്രളയമുണ്ടായപ്പോഴും അതുപോലെ തന്നെ മറ്റ് മണ്ണിടിച്ചിലുകൾ, ഈ മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ അടക്കമുള്ള അത്തരം പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുകയും അവിടെയെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള സന്നദ്ധ സേനാ പ്രവർത്തകരാണ്. അവരാണിപ്പോൾ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി അവിടേക്ക് യാത്രയായിട്ടുള്ളത്. മുൻപും നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ അർജുൻ്റെ നാട് വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത്. അവരാലാവുന്ന രീതിയിൽ ഈ ചെറിയ നാട്ടിലാണെങ്കിൽ പോലും അവർ അവിടെ വന്നിട്ടുള്ള തിരച്ചിലിലെ അലംഭാവത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു, വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു, റോഡിൽ ഉപരോധം സംഘടിപ്പിക്കുന്നു, അതുപോലെ തന്നെ പലതരം ക്യാമ്പയിനുകൾ നടത്തുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം അർജുന് വേണ്ടി വിവിധ രക്ഷാസംഘങ്ങൾ, രക്ഷാസേനാ പ്രവർത്തകർ അവിടെ അർജുൻ്റെ നാട്ടിൽ നിന്നും ഷിരൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ.